ഹലോ ഗൈസ്, ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഡിപ്രഷൻ, ആൻസൈറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഓവർ തിങ്കിങ്ങുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. എൻ്റെ സമയത്തിനേക്കാൾ നിങ്ങളുടെ സമയത്തിനാണ് ഞാൻ വില കൂടുതൽ കഴിക്കുന്നത്. ദെൻ വെൽക്കം ടു മൈ ചാനൽ ജെ വടക്കൻ, ജെറിൻ ജോസഫ് വടക്കൻ. ഇഫ് യു ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ഓർ കമൻറ്റ്. ക്യാൻ യു ഓപ്പൺ യുവർ സീരീസ് എന്ന സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണിത്. ഇതൊരു കണ്ടിന്യൂഷൻ എപ്പിസോഡായിട്ട് ഇടുന്നതാണ്. ഒരു മോട്ടിവേഷണൽ തിങ്കിങ്, തോട്ട്സ്, പോസിറ്റിവിറ്റി, ഹൗ ടു സ്പ്രെഡ് പീപ്പിൾ ഹു റിയലി യു ആർ, ഷോ ദം സം പോസിറ്റീവ് വേസ് ടു ഡിഫീറ്റ് ആൻഡ് ലവ് ക്യാൻ ഡിഫീറ്റ് എ പേഴ്സൺ മോർ ദാൻ എ വെപ്പൺ ക്യാൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഗാന്ധിജിയിൽ നിന്നാണ്. ഗാന്ധിജി അഹിംസയുടെ പാതയിൽ പല പ്രാവശ്യം ചോദിച്ച് അഹിംസ കിട്ടി. പക്ഷെ നമ്മൾ കൂടുതൽ ആൾക്കാരും ഭഗത് സിംഗിൻ്റെ ആൾക്കാരാണ്. ചോദിച്ചു കിട്ടിയില്ലെങ്കിൽ അടുത്ത് നമ്മൾ അടിച്ചു പിടിച്ച് മേടിച്ചിരിക്കും. ആ ഒരു ചിന്താഗതിയുള്ള ആളാണ് ഞാനും. ബട്ട് ഞാൻ ഇപ്പോൾ ഇത്രയും കോട്ട വന്നത് ചെറിയ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, എൻ്റെ ഇന്നർ പീസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ടു ചെറിയ കാര്യത്തിന്, നമ്മളതിന് തിരിച്ചങ്ങോട്ട് ഓളിയിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഒന്നും ഉണ്ടാവുന്നില്ല. അവൻ്റെ വേണമെങ്കിൽ വായ അടയ്ക്കാൻ പറ്റും, അവനൊന്നും പറയാണ്ടിരിക്കാൻ പറ്റും. നമ്മൾ തല്ലി കഴിഞ്ഞാൽ അത് അവനൊന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റും ചിലപ്പോൾ. അതല്ല, നിങ്ങൾക്ക് ആളെ സ്നേഹത്തിലൂടെ തോൽപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരെണ്ണമൊക്കെ കിട്ടിയെന്ന് വരും. അതിൻ്റെ വേദന ചിലപ്പോൾ 4 ദിവസത്തിലുണ്ടാവും, അത് കഴിഞ്ഞാൽ വേദന മാറും, അത്ര തന്നെ. പിന്നെ മോർ ദാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് വരികയോ നിങ്ങളുടെ കൈ കട്ടാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നെങ്കിൽ യു ഷുഡ് റിയാക്ട്. അല്ലാണ്ട് തന്നെ കൈ വെട്ടി മുറിച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ പോളിസി പറയുന്നത് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറയില്ല. കേട്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്ത്. ഇത് കേൾക്കുന്ന ഒരാളിലേക്കും എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ അതെനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. 10 പേർക്കുണ്ടായാൽ അതിനും കൂടുതൽ, 100 പേർക്കുണ്ടായാൽ അതിനും കൂടുതൽ. ഇറ്റ് ഗോസ് ഓക്കെ. ഇതിപ്പോൾ ഡിപ്രഷൻ, ആൻസൈറ്റി, ഓവർ തിങ്കിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള ചില ടിപ്സ്, സൊല്യൂഷൻസൊക്കെയാണ് ഞാൻ തരുന്നത്. നിങ്ങളിപ്പോൾ പറയാം ഞാൻ അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ അടുത്ത്, എന്നെ അറിയുന്ന ആൾക്കാർ ഫസ്റ്റ് ചോദിക്കുന്നതാണ്, ആദ്യം നിൻ്റെ ഇത് മാറ്റി, നീ എത്രത്തോളം ഡിപ്രസ്ഡ് ആണ്, എത്രത്തോളം അലോൺ ആണെന്നുള്ള കാര്യം നീ ആലോചിക്കുമെന്ന് പറയും. അത് നമ്മുടെ വായടയ്ക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. നമ്മളൊരാളെ പറഞ്ഞു തുടങ്ങുമ്പോൾ അതെല്ലാവരും ചെയ്യുന്നത്, എല്ലാവർക്കും എളുപ്പമാണ്. വേറൊരു കാര്യം ആളുടെ ജീവിതത്തിൽ ഡിസിഷൻസ് എടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നെ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റും. മാക്സിമം ഒരു 15 മിനിറ്റ്സ് ഞാൻ തോൽക്കും, പിന്നെ ഞാൻ തിരിച്ചു വരും. ആ വിൽ ഗെറ്റപ്പ് ഫോർ ഷുവർ. എനിക്ക് 30 മിനിറ്റൊക്കെ എടുത്തിരുന്നു, അത് ഞാൻ 25 മിനിറ്റാക്കി, 20 മിനിറ്റാക്കി, ഇപ്പോൾ 15 മിനിറ്റായി. എനിക്കൊരു 10 മിനിറ്റിൽ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റും, ഇങ്ങനെ പറഞ്ഞിട്ട് തോൽപ്പിക്കാൻ പറ്റും. എൻ്റെ മനസ്സ് ആക്കാൻ പറ്റും, ഇങ്ങനെ കുറയ്ക്കാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാരെ, അവരുടെ മനസ്സ് ഇങ്ങനെ കേൾക്കുമ്പോൾ അരമണിക്കൂറും 1 മണിക്കൂറൊക്കെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെ അതിനുള്ള ചില ചെറിയ കാര്യങ്ങൾ, ഏറ്റവും സിമ്പിൾ കാര്യം നമ്മുടെ മാമുക്ക് പറഞ്ഞിട്ടുള്ളത് പോലെ, എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം 2 പെഗ് അടിക്കും, അത് കിടന്നുറങ്ങും. ആ മൈൻഡ് ചിന്ത മാറ്റി, അത് സിമ്പിൾ വഴിയാണ്. ഇനി അതിനുള്ളത്തെ വേറൊരു വഴി പറഞ്ഞുതരാം, ജസ്റ്റ് ചില ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഗോഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടാവും. ഗോഡ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള പല കഴിവുകൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പാട്ട് പാടാനുള്ള കഴിവ്, അല്ലെങ്കിൽ പടം വരയ്ക്കാനുള്ള കഴിവ്, അങ്ങനെ എന്തെങ്കിലും ചിലത് ചിലപ്പോൾ പിന്നീട് ജീവിതത്തിൽ കുറേ സർവൈവ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. കുറേ സിംഗിളി സർവൈവ് ചെയ്തുള്ള ആൾക്കാർ, അത് അവർ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ജയിക്കുന്നത് മാത്രമല്ല സർവൈവൽ, തോറ്റിട്ടും എഴുന്നേറ്റ് നടക്കാൻ കഴിവുള്ള ആൾക്കാരാണ് സർവൈവ് ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതങ്ങനെ നിങ്ങൾ പിന്നെ പറയാം, ഒരു 1ാം ക്ലാസ്സിൽ ഞാൻ ഓട്ടത്തിൽ ഫസ്റ്റ് മേടിച്ചു, അത് നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യമായിട്ട് മനസ്സിലുണ്ടെങ്കിൽ അത് അടിച്ച് അത് വെക്കുക. ഒരു ബാരിയറായിട്ട് ഓൾമോസ്റ്റ് എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ബാരിയർ, അതിന് മേലെ എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും മാക്സിമം. അതിന് മേലൊക്കെ എനിക്ക് എന്ത് പ്രശ്നമില്ല, ഞാൻ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും. അത് നിങ്ങളുടെ എന്ത് ചെറുതാണെന്നല്ല പരമാവധി ആലോചിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ആലോചിച്ചെടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സപ്ലി പോയിട്ടുള്ളതാണ്. എൻ്റെ സപ്ലി 28 സപ്ലീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ബിടെക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഞാനത് 4 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തു വീണ്ടും. ഞാനത് ഒരു 2 ഇയേഴ്സിൽ ഞാനൊരു 27 എടുത്തു, പിന്നെ ഒരു 1.5 ഇയറിൻ്റെ ഇടയിൽ 1 പേപ്പർ ഞാൻ എടുത്തു. അപ്പോൾ ഞാനത് വിട്ട് കളയാണ്ട് ഞാൻ എടുത്തു. എൻ്റെ ക്ലാസ്സിലുള്ള ഓൾമോസ്റ്റ് like 60 പേപ്പിളിൽ ഒരു 20 പേപ്പിൾ ഡ്രോപ്പ് ഔട്ടാണ്, പിന്നെ ആൾ ജയിച്ചിട്ടില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂസുള്ള ആൾക്കാരുണ്ട്. ഞാനത് എടുത്തപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാനത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിലൊരു സാധനം, അതൊരു കാര്യത്തിന് വേണ്ടി മാത്രം. അങ്ങനെ ഓരോന്നിനും ഓരോ ബാരിയർ ഉണ്ടാക്കാം. ഇപ്പോൾ എനിക്ക് അവൻ്റെ ജീവിതത്തിൽ അവന്
അങ്ങനെ ഞാൻ ഇവിടെ ഇത് എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ നടക്കും. ചിലപ്പോൾ ഒരു സിറ്റുവേഷനിൽ അത് നടക്കില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയിട്ട് അത് തന്നെ ഉണ്ട് ഒരു ബാരിയർ എല്ലാത്തിനും. അതിന് മേലൊന്നുമില്ല. അത് എടുത്തിട്ട് സിമ്പിളായിട്ട് അതൊരു രക്ഷപ്പെടും. ഈ കള്ള് കുടിച്ചിട്ടുള്ളത് ഒരു വേറെ എക്സാമ്പിൾ പോലെ. ബാക്കിയുള്ള എക്സാമ്പിൾ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വരുന്നില്ല. ഞാൻ ബിക്കോസ് ഞാനത് ആലോചിച്ച് പറയുന്ന കാര്യമല്ല. ഞാനിപ്പോൾ ഡയറക്റ്റ് പറയുന്നത് ഒരു കട്ട് പോലും വയ്ക്കുന്നില്ല. ഇപ്പം എൻ്റെ ഇടയിൽ വല്ല മിസ്സിംഗ് ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ പറയുന്നതാണ് 9 minutes. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞ പോലെ എൻ്റെ സമയത്തിന് നല്ല വിലയുണ്ട്. അതിനേക്കാൾ വിലയുണ്ട് നിങ്ങളുടെ സമയത്തിന്. നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കതൊരു വലിയ തെറ്റാണ്, ക്രൈമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് സമയമാണ് എല്ലാത്തിനും വില. പൈസ പോയാലും കിട്ടും. സമയം എനിക്ക് പോകുന്നത് തീരെ ഇഷ്ടമല്ല. നമ്മുടെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് യൂസ് ചെയ്യാൻ കൊടുക്കുന്നതും നമ്മളറിയാതെ അവർ യൂസ് ചെയ്യുന്നതും അവർ അപഹരിക്കുന്നതിൽ സമയമാണ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം. പൈസ ഉള്ളത് കൊണ്ടും ഞാൻ അത്രയ്ക്ക് പ്രശ്നം വയ്ക്കില്ല. പൈസ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അത് പൈസയുടെ പ്രശ്നം തന്നെയാണ്. പൈസ എനിക്ക് പ്രശ്നമായിട്ട് വരും. ദിവസം ഒരു 500 രൂപ കൂലി കിട്ടുന്ന ആളെ മോഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പൊട്ട കാര്യമാണ്. ഒരു വലിയ പണക്കാരനാണെങ്കിൽ ഇത് യൂസ് ചെയ്തോട്ടെ. 500 രൂപ ഇല്ലാത്ത, മനസ്സിന് ശക്തിയില്ലാത്ത ഒരാളെ നിങ്ങൾ യൂസ് ചെയ്യാനും പറ്റിക്കാനും നോക്കുകയാണെങ്കിൽ അതൊരു ക്രൈമായിട്ട് തന്നെ കാണണം. അത് ഒരു മനുഷ്യൻ്റെ വിഷമത്തിൽ ഒരാൾക്ക് കേൾക്കുമ്പോൾ വിഷമം തോന്നിയിട്ടില്ലെങ്കിൽ അവൻ ഒരു മനുഷ്യനല്ല എന്നുള്ള പോലെയാണ് ചിന്തിക്കുന്നത്. ചില ആൾക്കാർ കേട്ടിട്ടുണ്ട്, അവൻ്റെ വിഷമം കേട്ടിട്ടുണ്ടെങ്കിൽ ചിരിക്കുന്ന ആൾക്കാർ മേ ബി മൾട്ടിപ്പിൾ മൂഡ് സ്വിങ് പീപ്പിൾ. ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഞാൻ ഒരേ ടൈമിൽ അവൻ്റെ ഡീമനെയും ഒരേ ടൈമിൽ അവൻ്റെ ഏഞ്ചലിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെ അടുത്തും എല്ലാവർക്കും ഞാൻ ഓപ്പണാണ്, എല്ലാവരും വിശ്വസിക്കും. ഞാൻ ഒരാളെ എൻ്റെ നല്ലൊരു മുഖം കാണിച്ച് രക്ഷപ്പെടാൻ നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ എത്താൻ വേണ്ടി നോക്കിയിട്ടില്ല. നിൽക്കുന്നവർ മാത്രം നിന്നാൽ മതി. ഞാൻ അങ്ങനത്തെ ഉള്ളതാണ്. ഒരാളെ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആരാണെന്നുള്ള കാര്യം ശരിക്കറിയും. പ്രഷർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ചുകൊണ്ട് അവനെ സന്തോഷിപ്പിച്ച് പറയുന്ന കാര്യങ്ങളല്ല. എന്താണ് അവൻ പ്രഷർ ചെയ്ത്, ഒരു മാനേജർ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ശരിക്കുള്ള മുഖം പുറത്തേക്ക് വരും. അവൻ ദേഷ്യമാണെങ്കിൽ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കും. അതിനൊക്കെ ഒരു കാമായിട്ടുള്ള ഒരാൾ ജസ്റ്റ് ഒരു കാര്യം പറയാം. സൈലൻസ് ഈസ് ദ വെപ്പൺ. സൈലൻസ് ഈസ് ദ മെച്യൂരിറ്റി. ദീസ് ഡേയ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കല്ല, സിമ്പിളായിട്ട് അത് ഏറ്റെടുക്കും, ചിരിച്ചുകൊണ്ട് ഏറ്റെടുക്കും. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ് ഒരു സിമ്പിൾ കാര്യം. ഞാനൊരു ബോക്സിങ് ടൂർണമെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാലിക്കറ്റും തൃശ്ശൂരും തമ്മിലുള്ള ഫൈറ്റാണ്. തൃശ്ശൂരിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ വെന്യൂ തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിൻ്റെ ആൾക്ക് നല്ല സപ്പോർട്ടുണ്ട്. കാലിക്കറ്റ് പേഴ്സൺ ഈസ് എ കൂൾ ഗൈ. ആൻഡ് തൃശ്ശൂർ നല്ല ഫോമിലായിട്ടുണ്ട്. ആ സെക്കൻഡ് നല്ലൊരു പഞ്ച് കിട്ടി, നല്ല സൂപ്പർ പഞ്ച് കിട്ടി കാലിക്കറ്റ് ആളുടെ. ആ പഞ്ച് കിട്ടിയപ്പോൾ എല്ലാവരും വിചാരിച്ചു നോക്കൗട്ടാണ് തീർന്നു. അങ്ങനെയല്ല, അതിൽ കിട്ടിയതിന് അപ്പം തന്നെ അവരാ കാലിക്കറ്റ് ചെക്കൻ അവൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു, നല്ല രീതിയിലൊന്ന് ചിരിച്ചു. അത് ചിരിച്ചത് കണ്ടിട്ട് എൻ്റെ കിളി പോയി. എങ്ങനെയാണ് അവൻ ചിരിച്ചത്? ആ ചിരിച്ചത് കണ്ടോടെ അവൻ്റെ കോൺഫിഡൻസ് മറ്റുള്ള കോൺഫിഡൻസ് പോയി. അല്ല, ഒരു കൂട്ടം ആൾക്കാർ, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്നിട്ട് ഒരു മനസ്സവൻ കവർന്നു. ആ ഫൈറ്റ് അവൻ ജയിച്ചു, മറ്റവൻ കാലിക്കറ്റ് ജയിച്ചു. അതൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അവൻ അതെടുത്തു. അവനറിയാം, അവനിപ്പോൾ അത് മുന്നിൽ കണ്ണു തുറന്നല്ലോ. ക്യാൻ യു ഓപ്പൺ യുവർ ഐസ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങളുടെ സാധാ കണ്ണ് തുറക്കാനല്ല, കുറച്ചുകൂടി ഉള്ളിൽ നിന്ന് ആലോചിച്ച് കണ്ണ് തുറക്കാനാണ്. ഞാനൊരു ലേറ്റ് ഐ ഓപ്പണറാണ്. ഞാൻ ഇത്ര സമയം വൈകിയതിന് ഞാൻ ഖേദിക്കുന്നു. മുമ്പ് തുറക്കണം പരമാവധി. ഞാൻ കണ്ടിട്ടുണ്ട് 35 വയസ്സായിട്ടുള്ള ആൾ കണ്ണ് തുറക്കുന്നതും 18 വയസ്സായിട്ടുള്ള ആൾ കണ്ണ് തുറക്കുന്നതും. കണ്ണ് തുറക്കും എല്ലാവർക്കും പറ്റും, സാധാ പോലെ കാണുന്നത്. അതല്ല, ശരിക്കും കണ്ണ് തുറന്ന് നോക്കി നോക്ക്. എന്താണ് റെഡ് ഫ്ലാഗും എന്താണ് ബ്ലൂ ഫ്ലാഗ് എന്നുള്ള കാര്യം. ഗ്രീൻ ഫ്ലാഗ് ബ്ലൂ ഫ്ലാഗ് മേ ബി ഗുഡ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു എല്ലാവരും സപ്പോർട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം. യു ഷുഡ് ഗൈസ് സബ്സ്ക്രൈബ്, like and share if you feel like this series is good. Can you open your eyes? Thank you so much.